ബാഗിനോ പൂട്ടിനോ കേടുവരാതെ ബാഗിൽ നിന്ന് പണവും സ്വർണവും കവരാം. ഇത്തരം മോഷണങ്ങൾ വിമാനത്താവളങ്ങളിൽ തുടർക്കഥയാവുകയാണ്. നവീന സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെയാണ് മോഷണമെന്നതാണ് രസകരമായ കാര്യം. കവർച്ചയ്ക്ക് ഗ്യാസ് കട്ടറും ആധുനിക സാങ്കേതിക വിദ്യകളും മാറ്റിവെച്ച് കള്ളന്മാർ പേനയെടുത്തു തുടങ്ങി. ബാഗിനോ ബാഗിന്റെ പൂട്ടിനോ ഒരു കുഴപ്പവും വരുത്താതെ ബാഗിനുള്ളിലെ വസ്തുക്കൾ മോഷ്ടിക്കുന്ന സംഘങ്ങൾ വിമാനത്താവളങ്ങളിൽ സജീവമാണ്. പൂട്ടിയിട്ട ബാഗിൽ നിന്ന് ലോക്ക് പൊളിക്കാതെ സാധനങ്ങൾ എടുക്കാൻ മാജിക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ബാഗിന്റെ സിബിനിടയിൽ എവിടെയെങ്കിലും ഒരു പേനയുടെ മുനി ഉപയോഗിച്ച് ശക്തിയായി കുത്തിയമർത്തുക. സ്വർണവും പണവും മോഷ്ടിച്ച ശേഷം സിബ് തിരികെയിട്ടാൽ കവർച്ച നടന്നതിന്റെ സൂചനകളോ തെളിവുകളോ ഉണ്ടാവില്ല. IX-411 എയർ ഇന്ത്യ വിമാനത്തിൽ ഷാർജയിലേക്ക് പോയ ബേബി ഷീജയുടെ അനുഭവം കാണുക. ഇന്ത്യൻ റുപ്പീസ് 22,000 64 ഗ്രാം ഗോൾഡും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാഗേജ് ലോക്ക്ഡ് ആയിരുന്നു. എന്റെ കൈ കിട്ടിയപ്പോഴും ലോക്ക്ഡ് ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് ഞാൻ ഷാർജയിൽ വെച്ച് ഞാൻ ചെക്ക് ചെയ്തില്ല. വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വെച്ചിരുന്ന സാധനങ്ങൾ തിയറി ചെയ്ത നിലയിൽ അവിടെ കണ്ടത്. ബാഗേജ് കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നും ഇവർ പറയുന്നു. വേഷവും ഭാവത്തിനുമൊപ്പം ആയുധങ്ങളും കവർച്ചക്കാർ മാറ്റുകയാണ്. കരുതിയിരിക്കുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് താക്കോലിന് പകരം പേന ഉപയോഗിക്കുന്ന കള്ളന്മാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. സ്വന്തം ലഗേജുകൾ സൂക്ഷിക്കുക. ഷാർജയിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യൻ.